ഗുരുതരമായ വീഴ്ചയാണ് ഇന്നലെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ട അല്ലെങ്കിൽ ഇന്നിപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ ഇതിൽ പ്രാഥമികമായിട്ടുള്ളൊരു അന്വേഷണം നടത്തുന്നതിന് DMEക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ DME പ്രാഥമികമായ ഒരു അന്വേഷണ റിപ്പോർട്ട് നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മെഡിക്കൽ കോളേജിലെ അല്ല മറ്റ് മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടേഴ്സിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു എക്സ്പേർട്ട് കമ്മിറ്റി അവിടെ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി നിർദ്ദേശം നൽകി. അവർ രാവിലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെയും കോട്ടയം മെഡിക്കൽ കോളേജിലെയും ഡോക്ടേഴ്സ് ഉൾപ്പെടുന്ന സംഘം രാവിലെ തന്നെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പോയി അവരതിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ 5 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു ശസ്ത്രക്രിയയിലാണ് ഈ ഒരു ഉപകരണമകത്ത് വച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 2 ശസ്ത്രക്രിയകളാണ് 5 വർഷം മുൻപ് നടന്നതും പിന്നെ 20 വർഷം മുൻപ് നടന്നതുമായിട്ടുള്ളൊരു സർജറി. അപ്പോൾ അതിൽ ഗുരുതര വീഴ്ചയാണ് എന്നുള്ളത് വളരെ സ്പഷ്ടമായിട്ടുള്ള കാര്യമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പറയില്ലേ, അത് വെച്ചുറപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ അതിൽ നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ഇതിപ്പോൾ മിനിസ്റ്റർ, ഇതിപ്പം ഈ വലിയ വീഴ്ചയാണ് ഉണ്ടായതെന്ന കാര്യത്തിൽ സംശയമില്ല. അതിപ്പം മിനിസ്റ്റർ ആണെങ്കിലും ഇപ്പോൾ സൂപ്രണ്ടാണെങ്കിലും എല്ലാം ആർക്കും അത് തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ പുറത്തു വന്ന ഡോക്ടർ ലളിതാംബികയുടെ പ്രതികരണം, അവരായിരുന്നു ഈ സർജറി ചെയ്തത് എന്നാണ് ആദ്യം മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ പിന്നീട് അവരല്ല എന്ന് വ്യക്തമായി. പക്ഷേ അവരുടെ പ്രതികരണം അങ്ങേയറ്റം ഇൻസെൻസിറ്റീവായിട്ട് തോന്നിയല്ലോ. അതിപ്പോൾ 5 അല്ല 50 കൊല്ലം കിടന്നാലും കുഴപ്പമില്ല എന്നൊക്കെ അവർ ഈ സംഭവത്തിൻ്റെ ഗ്രാവിറ്റി ജനം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ പറയുകയാണ്. ഇതിപ്പം ഈ ശസ്ത്രക്രിയ പിഴവുണ്ടായതുപോലെ തന്നെയും കുഴപ്പം പിടിച്ചതാണ്, അല്ലെങ്കിൽ അത്ര തന്നെ ഗൗരവമായിട്ടൊരു കുറ്റമായിട്ട് ഇവരുടെ ഈ പ്രതികരണത്തെ കാണേണ്ടതല്ലേ? ഈ കാര്യത്തെ വളരെ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ആ വ്യക്തി അനുഭവിച്ച 5 വർഷം ആ വ്യക്തി അനുഭവിച്ച വേദന, അവർ കടന്നുപോയിട്ടുള്ള മാനസിക അവസ്ഥ അല്ലെങ്കിൽ ശാരീരിക അവസ്ഥ, അതിനെയൊക്കെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഒരു പ്രശ്നവുമില്ല എന്ന് ഒരു വീഴ്ചയെ മറയ്ക്കുന്നതിന് വേണ്ടി പറയുന്ന വാക്കുകൾ അത് ആരിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് ആരോഗ്യ പ്രവർത്തകരിൽ നിന്നോ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരിൽ നിന്നോ ഉണ്ടാകാനായിട്ട് പാടില്ല. കാരണം രോഗികൾ, ഇപ്പം ഞാനാകട്ടെ നമ്മൾ ഓരോരുത്തരുമാകട്ടെ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുന്നത് അത് ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഏറ്റവും മികച്ച ചികിത്സ അവർക്ക് നൽകുക, രോഗികൾക്ക് നൽകുക എന്നുള്ളത് തന്നെയാണ് ഒരു ഡോക്ടറാണെങ്കിലും നേഴ്സാണെങ്കിലും ആരുടെയാണെങ്കിലും ഉത്തരവാദിത്വം. അപ്പോൾ അത് 5 അല്ല 50 വർഷം അവിടെ ഇരുന്നാലും ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയുന്നത് അങ്ങേയറ്റം ഇൻസെൻസിറ്റീവ് എന്നുള്ളതല്ല, അത് നിരുത്തരവാദപരമായിട്ടുള്ള ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്ത വാക്കുകളാണ്. അവർ ഈ പറയുന്ന ഡോക്ടർ റിട്ടയർ ചെയ്തു. 2021 മെയ് തന്നെ റിട്ടയർ ചെയ്തിരുന്നു ഈ ഡോക്ടർ. ഇതിപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്ന് വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനൊക്കെ ആണല്ലോ സർക്കാർ സംവിധാനങ്ങൾ ശ്രമിക്കുന്നത്. പക്ഷേ ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, ഇതൊരു സംവിധാനത്തിൻ്റെ തന്നെ പിഴവാണ്. അതായത് സംസ്ഥാന സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിലെ ആരോഗ്യ വകുപ്പിൻ്റെയും ആ സംവിധാനങ്ങളുടെ ആകെ പിഴവാണ് എന്ന് പറയാനാണ് ഈ പ്രതിപക്ഷം പ്രധാനമായിട്ട് ശ്രമിച്ചത്. അപ്പോൾ ഈ സിസ്റ്റം എന്ന പ്രയോഗം, അതായത് സംവിധാനത്തിൻ്റെ പിഴവാണ്, സിസ്റ്റം എന്ന പ്രയോഗം വീണയുടെ തന്നെയാണ്. ആ പ്രയോഗം തന്നെ വെച്ചാണ് പ്രതിപക്ഷം വിമർശിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, സിസ്റ്റത്തിൻ്റെ ആകെ തന്നെ കുഴപ്പമാണെന്ന് അവർ പറയുന്നതിനെ, പ്രതിപക്ഷം പറയുന്നതിനെ തള്ളിക്കളയാൻ പറ്റില്ല എന്നാണ് ഒരുവിധപ്പെട്ട ആളുകൾക്കെല്ലാം നാട്ടിലിപ്പോൾ തോന്നുക. മിനിസ്റ്റർ, ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ആവർത്തിക്കുമ്പോൾ അതങ്ങനെ തള്ളിക്കളയാവുന്ന കാര്യമാണോ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ് എന്നത്? ഈ പറഞ്ഞ നേതാക്കൾ കേരളത്തിൽ പ്രതിപക്ഷം നടത്തുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അതായത് ഇതിൽ ഞാൻ ഈ സിസ്റ്റം എന്നുള്ളത് പറഞ്ഞത് ഡോക്ടർ ഹാരിസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലാണ്. അതായത് അതിൽ തന്നെ ഡോക്ടർ ഹാരിസ് അന്ന് ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് ഈ ഒരു ഉപകരണം എന്ന് പറയുമ്പോൾ ഒരു മെയിൻ ഉപകരണത്തിൽ ഓരോ വ്യക്തികൾക്കായിട്ട് ഉപയോഗിക്കേണ്ടതായിട്ടുള്ളത് ഇൻഡിവിജ്വൽ യൂസിന് വേണ്ടിയിട്ട് ഉള്ളതാണ്, വ്യക്തിപരമായിട്ടുള്ള ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആ ഉപകരണം കേടായതിനെ തുടർന്ന് അന്ന് സർജറി മുടങ്ങി എൻ്റെ മകൻ്റെ പ്രായമുള്ള ഒരു ആൾക്കാണ് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത്, ഞാൻ ആ ഡോക്ടർ, ഞാൻ എപ്പോഴും അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്, ഇപ്പോൾ ടേബിളിൽ കിടക്കുന്ന ഒരാൾ അല്ലെ ചെയറിലിരിക്കുന്ന ഒരാൾ നമ്മുടെ ഒരാളാണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ തന്നെയാണെന്ന് സങ്കല്പിക്കുക, നമ്മുടെ മുന്നിൽ വരുന്നൊരു പേഷ്യൻ്റ്. അപ്പോൾ എങ്ങനെയാണ്, നമുക്ക് എന്ത് ചികിത്സയാണ് കിട്ടേണ്ടത് അത് നമ്മൾ രോഗികൾക്ക് നൽകുക. ഇത് ഞാൻ
ഒരുപാട് സ്ഥലങ്ങളിൽ പ്രസംഗിക്കുന്ന ആളാണ്. അപ്പോൾ അത് ഡോക്ടർ ഹാരിസ് അത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ആ ഡോക്ടർ അങ്ങനെ പറഞ്ഞതിൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ളത് ഞാൻ അതിനെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അന്ന് ഞാൻ പറഞ്ഞത് ഒരു പർച്ചേസുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഇത് പറഞ്ഞത്. പക്ഷേ അതിലൊരു വിഷയമുള്ളത്, ഈ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണെങ്കിൽ ഇതേ ഉപകരണം അത് പേഷ്യൻ്റ് തന്നെയാണ് വാങ്ങിക്കുക. അന്ന് പറഞ്ഞ ഉപകരണം അത് ബില്ലിൻ്റെ ഭാഗമായിട്ട് പേ ചെയ്യേണ്ടതായിട്ട് വരും. അത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള യൂസിന് വേണ്ടിയിട്ടുള്ളതാണ്, ഓരോ വ്യക്തികൾക്കും യൂസ്. പക്ഷേ അതല്ലാതെ രീതിയിൽ ഉപകരണങ്ങളില്ല എന്നുള്ള നിലയിൽ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ശ്രമം നടത്തി. ചില മാധ്യമങ്ങൾ അതിന് വേണ്ടിയിട്ട് ശ്രമം നടത്തിയതെല്ലാം ശരിയാണ്. പക്ഷേ UDFൻ്റെ കാലത്തൊരു സിസ്റ്റം പോലും ഉണ്ടായിരുന്നില്ല. അതല്ലേ നമ്മൾ കാണേണ്ടത്. UDFൻ്റെ കാലത്ത് ഇപ്പോൾ നമ്മളൊരു 2016 മുൻപുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഒരിടത്തും കൃത്യമായിട്ടുള്ള ആരോഗ്യത്തിൻ്റെ ഡേറ്റയില്ല, പൊതുജനാരോഗ്യത്തിൻ്റെ ഡേറ്റയില്ല. പലത് പരിശോധിക്കുമ്പോഴും ഒരിടത്തും ഡേറ്റയില്ല. അത് മാത്രമല്ല, ഈ പറയുന്ന സർജറികൾ ഉൾപ്പെടെ ആ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ 250 ലാബുകൾ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അന്നത്തെ മാതൃഭൂമിയുടെ വാർത്ത 250 ലാബുകൾ തുടങ്ങുമെന്ന് പറഞ്ഞു. പാഴ്വാക്കായി, തുടങ്ങാൻ കഴിഞ്ഞില്ല. അതായത് സാധാരണ രക്തം ഒക്കെ പരിശോധിക്കുന്ന സാധാരണ ലാബുകൾ. ഇന്ന് 1300 ലാബുകൾ സംസ്ഥാനത്ത് മുഴുവൻ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിർമ്മിച്ച് നമ്മളൊരു ശൃംഖല തീർത്ത് നിർണയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹബ് ആൻഡ് സ്പോക്ക് മോഡൽ രൂപീകരിച്ചിരിക്കുകയാണ്. അതിന് സാമ്പത്തികമായിട്ട് സാധാരണക്കാരായ ആളുകൾക്ക് വലിയ പ്രയോജനമാണ്. ദൂരെ പോകേണ്ട, പണം വലുതായിട്ട് കൊടുക്കേണ്ട, 1500 രൂപ കൊടുക്കേണ്ടത് 1 കൊടുക്കാതെ ചെയ്യും, അല്ലെങ്കിൽ 150 രൂപ കൊടുത്താൽ ചെയ്യും. ഇന്ന് നമ്മൾ കാത്ത് ലാബുകൾ എല്ലാ ജില്ലകളിലും, ജില്ലാ ആശുപത്രികളിൽ അത് സ്ഥാപിച്ചു കഴിഞ്ഞു. അപ്പോൾ UDFൻ്റെ കാലത്തൊരു സിസ്റ്റം പോലും ഉണ്ടായിരുന്നില്ല. LDFൻ്റെ കാലത്ത് നമ്മൾ ചെയ്യുന്നത് അത് വളരെ ചിട്ടയായും ക്രമമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ സംവിധാനങ്ങൾ, ചികിത്സ എല്ലാവർക്കും പ്രാപ്യമാക്കാനായിട്ട് ആണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ അവിടെ വരുന്ന വ്യക്തിപരമായിട്ടുള്ള പിഴവുകൾ, ആ പിഴവുകൾ ആ നിലയിൽ തന്നെ കാണും. അത് നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അത് UDFൻ്റെ കാലത്താണെങ്കിലും LDFൻ്റെ കാലത്താണെങ്കിലും അത് വ്യക്തിപരമായിട്ടുള്ള ആ പിഴവുകളായി തന്നെ കാണും. ഇപ്പോൾ ഇവിടെ ഒരു സർജിക്കൽ പിഴവാണ് കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. അതിന് പറഞ്ഞ മറ്റൊരു ന്യായീകരണോട് സ്ക്രബ് നേഴ്സ് ഇല്ല എന്ന് മാധ്യമപ്രവർത്തകർ എന്നോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. അപ്പോൾ ഒരു സ്ക്രബ് നേഴ്സ് ഇല്ലാതെ ഒരു സർജറി പ്രൊസീജിയർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. അത് കോവിഡിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിലുള്ള ഒരു കാലഘട്ടമാണല്ലോ. ഇലക്റ്റീവ് കേസസ് ഒക്കെ വളരെ പരിമിതമായിട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. എല്ലാ ഹോസ്പിറ്റൽസും കോവിഡ് ഹോസ്പിറ്റൽസ് ആയിട്ടൊക്കെ നിൽക്കുന്ന സമയം. അപ്പോൾ സർജറികളൊക്കെ വളരെ കുറവാണ് അന്ന് നടന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ പോലും സർജറിക്കൽ പ്രൊസീജിയേഴ്സിന് മറ്റ് ഇലക്റ്റീവ് പ്രൊസീജിയേഴ്സൊക്കെ വളരെ കുറവായി നടക്കുന്ന ഒരു സാഹചര്യത്തിൽ നടക്കുന്ന പ്രൊസീജിയേഴ്സിന് ധാരാളമായിട്ട് ആളുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇവിടെ പറഞ്ഞതാണ്, സ്ക്രബ് നേഴ്സ് ഇല്ലായിരുന്നു. നേഴ്സിൻ്റെ ഉത്തരവാദിത്തമാണ്, ഡോക്ടറുടെ ഉത്തരവാദിത്തമാണ്. WHO ഗൈഡ് ലൈൻ ഉണ്ട്. അപ്പോൾ ആ ഗൈഡ് ലൈൻ അനുസരിച്ചിട്ട് അതിൽ പ്രൊസീജിയേഴ്സ് പാലിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കേണ്ടത് ഇതിൽ ഉൾപ്പെട്ട ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. പക്ഷേ മിനിസ്റ്റർ, ഇതിനകത്ത് ഇപ്പം ഞാനത് മണ്ടാനം മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ട് വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് കേട്ടു. ഗൈഡ് ലൈൻസ് ഉണ്ട്, WHO ഗൈഡ് ലൈൻസ് ഉണ്ട്. പക്ഷേ ഗൈഡ് ലൈൻസ് പാലിക്കാനാകുന്ന വിധം ആളും സംവിധാനങ്ങളും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചില പ്രതിസന്ധികളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും ഈ 2 നേഴ്സുമാർ ഉണ്ടാകണം എന്ന് പറയുന്ന ഗൈഡ് ലൈൻസൊക്കെ പാലിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കാറുണ്ട്. കോവിഡിൻ്റെ സങ്കീർണമായിട്ടുള്ള കാലത്തായിരുന്നെങ്കിൽ പോലും ഞങ്ങളത് ചെയ്തു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇതിപ്പോൾ ഗൈഡ് ലൈൻസ് പാലിക്കാൻ പറ്റാത്ത ആൾക്ഷാമമോ സംവിധാന ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അതുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവുക. അങ്ങനെ ആൾക്ഷാമമോ സംവിധാന ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാത്തത് എന്തുകൊണ്ടാണ്? ഈ സർജിക്കൽ ഗൈഡ് ലൈൻ അനുസരിച്ച് സർജറി പ്രൊസീജിയർ ചെയ്യാനായിട്ട് പാടുള്ളൂ. നമ്മളിപ്പോൾ സർജറി ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുക, അവിടെ വളരെ കുറവാണ് ഇങ്ങനെയുള്ള എറേഴ്സ് നമുക്ക് കാണാനായിട്ട് കഴിയും സർജറി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം പ്രോട്ടോകോൾ പാലിച്ചാണ് ചെയ്യുന്നത്, ഗൈഡ് ലൈൻ പാലിച്ചാണ്. ഇപ്പോൾ താരതമ്യേന ഇത്തരത്തിലുള്ള പിഴവുകളുടെ ഒരു എണ്ണം നമ്മൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ സർജിക്കൽ പ്രൊസീജിയർ, ഒരു ദിവസം 10,000 കണക്കിന് പ്രൊസീജിയേഴ്സാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലും മറ്റ് സർക്കാർ ആശുപത്രികളിലുമായിട്ട് നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ വരെ ജില്ലാ ആശുപത്രികളിൽ നടക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ നെടുമങ്ങാട് ആശുപത്രിയെ സംബന്ധിച്ച് വന്നത് കണ്ണിൻ്റെ ഏറ്റവും കൂടുതൽ 3000-ഓ 4000-ഓ പ്രൊസീജിയേഴ്സ് ചെയ്തു എന്നുള്ളതാണ്. അപ്പം ആ നിലയിൽ താലൂക്ക് തലം മുതലുള്ള ഹോസ്പിറ്റൽസിൽ സർജിക്കൽ പ്രൊസീജിയേഴ്സ് നടക്കുന്നുണ്ട്. നമ്മൾ ഈ മെഡിക്കൽ കോളേജുകളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയാൽ സർജറി ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള എറേഴ്സ് കുറവാണ്. അതിന് കാരണം എന്താണ്? പ്രൊസീജിയർ കൃത്യമായിട്ട് പാലിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്.
അപ്പോൾ ആ പ്രൊസീജിയർ പാലിച്ചേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അത് അവിടുത്തെ ഉത്തരവാദിത്തമാണ്, അത് ചെയ്യണം. ഇപ്പോൾ ഒരു സ്ക്രബ്നേഴ്സ് ഉണ്ടായിരിക്കണം എന്നുള്ളതും മറ്റ് ആവശ്യമായിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ടാകണം എന്നുള്ളതും അവിടെ ഉത്തരവാദിത്തം ചെയ്യാൻ പാടുള്ളൂ. ശരി മിനിസ്റ്റർ, പക്ഷേ ഇവിടെ ഈ വ്യക്തിപരമായിട്ടുള്ള പിഴവുകളാണ് എന്ന് താങ്കൾ ഇപ്പോഴും പറഞ്ഞു, അല്പം മുമ്പ് ഈ ചോദ്യത്തിന് ഉത്തരവായിട്ടും പറഞ്ഞു. വ്യക്തിപരമായിട്ടുള്ള പിഴവുകൾ മാത്രമാണെങ്കിൽ എന്തുകൊണ്ടാണ് സംസ്ഥാനത്ത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത്? ബാക്ക് ടു ബാക്ക് സംഭവങ്ങൾ വരികയാണല്ലോ, റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണല്ലോ. അത്തരം കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ആവർത്തിക്കുന്നത്? വ്യക്തിപരമായിട്ടുള്ള പിഴവുകൾ മാത്രമാണ് എങ്കിൽ, സിസ്റ്റത്തിൻ്റെ പ്രശ്നമല്ല എങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവർത്തിക്കുന്നത്? ഇപ്പോൾ നെടുമങ്ങാട്ട് ഒരു കുഞ്ഞ് നവജാത ശിശു മരിച്ചു, നമ്മളെല്ലാവരും ചർച്ച ചെയ്തു, സങ്കടപ്പെട്ടു. ഇപ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞു പറ്റിച്ചു എന്ന് ഹർഷിന പറഞ്ഞത് ഇന്ന് മനോരമ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിലുണ്ട്. മിനിസ്റ്റർ അത് കണ്ടിട്ടുണ്ടാകും. ഹർഷിനയുടെ സംഭവം തന്നെയും അങ്ങേയറ്റം ഭയപ്പെടുന്നതാണ്. സനീഷ, അതിൽ ഈ ഹർഷിനയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് അത് പറയട്ടെ. ആരോഗ്യമന്ത്രി എന്താണ് പറഞ്ഞു പറ്റിച്ചത്? 2014 ഹർഷിനയുടെ ഒരു സിസേറിയൻ നടന്നിട്ടുള്ളത്. ഈ 2014 പിന്നെ 2017 ലാസ്റ്റ് നടന്നിട്ടുള്ളത് 2017 അപ്പോൾ ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഇത് കണ്ടുപിടിച്ചു എന്നുള്ളത്, ആദ്യ കാലഘട്ടത്തിൽ ഇത് കണ്ടുപിടിച്ചു. അപ്പോൾ ആദ്യത്തെ അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ ഡോക്ടേഴ്സിന് അവർ പറഞ്ഞ റിപ്പോർട്ട് എന്താണ്? 2014 ഇത് 2017 എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതായത് ഈ അകത്തുള്ള ഉപകരണം അന്നത്തെ 2014 2017 എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത്. വീണ്ടും എക്സ്പേർട്ട് കമ്മിറ്റി വെച്ചു. അവർ പറഞ്ഞത് ശാസ്ത്രീയമായിട്ട് ഇത് പരിശോധിക്കാൻ കഴിയുമോ, ഇതിൻ്റെ ഇത് പുറത്തെടുത്തിട്ട് ഇതിൻ്റെ ബ്രാൻഡും ഇതിൻ്റെ പഴക്കവും അല്ലെങ്കിൽ ഇതിന് ഉണ്ടായിട്ടുള്ള വ്യത്യാസങ്ങളും ഒക്കെ കണ്ടെത്തിക്കൊണ്ട് ഇത് ശാസ്ത്രീയമായിട്ട് പരിശോധിക്കാൻ കഴിയുമോ എന്ന് എക്സ്പേർട്ട് ഒപ്പീനിയൻ തേടാനായിട്ട് പറഞ്ഞു. അതിലും കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞില്ല. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 2014 സംഭവിച്ചത് 2017 സംഭവിച്ചത് എന്നുള്ളത് അന്വേഷിക്കുന്ന എപ്പോഴാണ്? 2021-22 കാലഘട്ടത്തിലാണ്. അപ്പോൾ ഞാൻ കോഴിക്കോട് ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഹർഷീന പറയുന്നത് വിശ്വസിക്കുന്നു. അപ്പോൾ അതിന് ശേഷം ഇവിടെ എത്തി ഈ ഒരു വിഷയം ബഹുമാനപ്പെട്ട CM-ൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു, മന്ത്രിസഭയിലേക്ക് കൊണ്ടുവന്നു. അന്ന് മന്ത്രിസഭ 2 ലക്ഷം രൂപ സമാശ്വാസം അനുവദിച്ചു. അതിനുശേഷം ഒരു ഗവൺമെൻറ് ചെയ്യേണ്ടത് എന്താണ്? വകുപ്പ് പലതവണ അന്വേഷണം നടത്തിയിട്ടും ഫാക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ രജിസ്റ്റർ പരിശോധിച്ചപ്പോൾ അതിൽ റെക്കോർഡ്സിനകത്തൊന്നും ഇതിൽ നിന്നൊരു പിഴവ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതിൽ അവിടെ ഒരു ചോദ്യം മിനിസ്റ്റർ, അതായത് അപ്പോൾ മിനിസ്റ്റർ പറഞ്ഞു വരുന്നത് ഈ ഹർഷിനയുടെ ശസ്ത്രക്രിയയിലെ പിഴവ് എന്ന് വെച്ചാൽ ആ പിഴവുണ്ടായ ശസ്ത്രക്രിയ നടത്തിയത് മുൻ UDF സർക്കാരിൻ്റെ കാലത്തെ ആരോഗ്യ വകുപ്പിൻ്റെ കാലത്താണ് എന്നാണ്. അതായത് UDF സർക്കാരിൻ്റെ കാലത്തുണ്ടായതാണ് ഈ സംഭവം എന്നാണോ മിനിസ്റ്റർ പറഞ്ഞു വരുന്നത്? അത് ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് ഡോക്ടേഴ്സിൻ്റെ റിപ്പോർട്ട്. 2014 2017 സർജറി നടന്നിട്ടുള്ളത്. അതിനുശേഷം നടന്നിട്ടില്ല. എന്തായാലും 2017 അവസാനം നടന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഡോക്ടേഴ്സിൻ്റെ റിപ്പോർട്ട്. പക്ഷെ ഞാൻ ഹർഷിന പറഞ്ഞത് വിശ്വസിക്കുന്നു. 2017 നടന്നത് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. ശരി, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്ന് സർക്കാർ ബാക്കി സ്വീകരിച്ച നടപടികൾ, ഒന്ന് മന്ത്രിസഭയിലേക്ക് ഇത് ബഹുമാനപ്പെട്ട CM-ൻ്റെ അനുവാദത്തോടെ കൊണ്ടുപോയി സമാശ്വാസം അനുവദിച്ചു. രണ്ടാമത്തെ കാര്യം, ഇത് വകുപ്പിന് തെളിയിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ഇനി അല്ലെങ്കിൽ പോലും ഇതിന് നിയമ നടപടികളിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ ഇത് ആഭ്യന്തര വകുപ്പിന് കൈമാറി, ഹോം ഡിപ്പാർട്ട്മെൻറ്റിന് കൈമാറുകയും പോലീസ് ഇതിൽ കേസെടുക്കുകയും പിന്നെ പോലീസ് വകുപ്പിലേക്ക് വരുന്നത് കുറ്റക്കാർക്കെതിരെ അതിൽ വിചാരണ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അനുവാദം നൽകണമെന്നുള്ളതാണ്. കുറ്റക്കാരെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന്, അതായത് കുറ്റക്കാരായിട്ടുള്ള ആരോപണ വിധേയരായിട്ടുള്ള ആരോഗ്യ പ്രവർത്തകരെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതിയും ആരോഗ്യവകുപ്പ് നൽകി. ഇനി ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ് കേസുള്ളത്. ആ കോടതിയുടെ അന്തിമ വിധിക്ക് വിധേയമായിട്ട് അതിൽ തീർപ്പ് കൽപ്പിക്കാൻ കഴിയുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതും അതിൽ ഏതെങ്കിലും തരത്തിലുള്ള നമുക്കൊരു സർക്കാർ എന്നുള്ള നിലയിൽ, ഒരു വകുപ്പ് എന്നുള്ള നിലയിൽ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഞാനൊരു കാര്യം കൂടി പറയട്ടെ. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കത്രികകൾ അല്ലെങ്കിൽ ഈ ഒരു എക്യുപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് 3 കേസുകളാണ് നമ്മുടെ ഇപ്പോൾ ഇതുകൂടി ഉൾപ്പെടെ വന്നിട്ടുള്ളത്. ആദ്യത്തേത് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടത്. ഒരു സ്വകാര്യ ആശുപത്രിയിലേതാണ്. അത് ആലപ്പുഴ ജില്ലയിലെ തന്നെ ഹരിപ്പാടിനടുത്ത് കരുവാറ്റ ഉള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലെ ആ എക്യുപ്മെൻറ്റ് പുറത്തെടുത്തത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ തന്നെയാണ്, സംഗീത ഡോക്ടറാണ് അത് പുറത്തെടുത്തത്. 2024 ഇത് 3ാമത്തെ ഒരു കാര്യമാണ്. അപ്പോൾ ഇത് സർക്കാർ സംവിധാനം മുഴുവൻ ഇങ്ങനെയാണെന്ന് വരുത്തി തീർക്കേണ്ടത് ചിലരുടെയൊക്കെ ആവശ്യമാണ്. പക്ഷേ സർക്കാർ സംവിധാനത്തിൽ
ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നുള്ളതാണ്. ഇത് അംഗീകരിക്കില്ല, ഒരു കാരണവശാലും അംഗീകരിക്കില്ല. ഇതിൽ അന്വേഷണം ഉണ്ടാവും സർക്കാർ സംവിധാനത്തിലാണെങ്കിൽ. പ്രൈവറ്റ് ആശുപത്രികളെ സംബന്ധിച്ച് 600 പരാതികൾ ഗവൺമെൻറ്റിൽ ഈ 4.25 വർഷം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നടപടികൾ സ്വീകരിച്ച് നമുക്ക് പോലീസ് റിപ്പോർട്ട് കൈമാറേണ്ടത് കൈമാറുന്നുണ്ട്. പക്ഷേ ഈ ഗവൺമെൻറ് സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ആശുപത്രികളിൽ ഒരു തരത്തിലുള്ള പിഴവുകളും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട്. അതിൽ കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെയുള്ള നടപടികൾ എടുക്കും. അതുമാത്രമല്ല, അങ്ങനെയുള്ള നടപടികളിലൂടെ മാത്രമേ ഇത് റെക്ടിഫൈ ചെയ്തു പോകാനായിട്ട് കഴിയുള്ളൂ എന്നുള്ളതും. കാരണം സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് വന്ന് ഈ സർക്കാർ ഹോസ്പിറ്റൽസിൽ വരുന്നത്. ഞാൻ രാവിലെ ഈ വ്യക്തിയുടെ മകനുമായിട്ട് സംസാരിച്ചിരുന്നു. മോന് 25 വയസ്സുള്ള ഒരു മകനാണ്. അപ്പോൾ ഞാൻ ആ മകനോട് സംസാരിച്ചിരുന്നു. ഞാൻ വളരെ വിശദമായിട്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അന്ന് പ്രൈവറ്റ് പ്രാക്ടീസ് ഈ ഡോക്ടർ നടത്തുന്നുണ്ടായിരുന്നു. അവിടെ പോയി പലതവണ കണ്ടു. അവിടെ ഒരു സ്കാനിങ് സെൻറ്റർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ ചട്ടവിരുദ്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെട്ടതായിട്ട് കാണുന്നു. അപ്പോൾ വർഷങ്ങൾ കുറേ കഴിഞ്ഞെങ്കിലും അതിൽ പോലീസിൻ്റെ ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഈ അന്വേഷണത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഈ ബാക്കി നമ്മുടെ ഒരു കണ്ടെത്തൽ എന്താണെന്ന് വെച്ചാൽ അത് പോലീസിലേക്ക് കൈമാറും. അതിൽ നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് കൈമാറും. വകുപ്പ് തലത്തിൽ സ്വീകരിക്കേണ്ടതായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ഒരു കാരണവശാലും കുറ്റക്കാർക്കെതിരെ അതിൽ കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ളത് തന്നെയാണ്. ശരി മിനിസ്റ്റർ, പക്ഷേ ഇവിടെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ സർക്കാർ സംവിധാനം, ആരോഗ്യ വകുപ്പ് ആകപ്പാടെ കുഴപ്പമാണ് എന്നൊക്കെ പ്രതിപക്ഷം, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലമൊക്കെ ആയതുകൊണ്ട് പ്രതിപക്ഷം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ വാദിച്ചുറപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു ഓപ്പോസിറ്റ് സംഗതിയുള്ളത് സർക്കാർ സംവിധാനം വളരെ പെർഫെക്റ്റ് ആണ് എന്ന് വാദിക്കാനായിട്ട് സർക്കാരും ആരോഗ്യവകുപ്പും പ്രത്യേകിച്ച് മിനിസ്റ്ററും അമിതമായി ശ്രമിക്കുന്നു. അമിതമായിട്ട് മിനിസ്റ്റർ സർക്കാർ സംവിധാനം, സർക്കാർ സിസ്റ്റം പെർഫെക്റ്റ് ആണെന്ന് വാദിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് പക്ഷേ ഇത്തരം കാര്യങ്ങൾ വേണ്ട വിധം പരിഹരിക്കപ്പെടാതെ പോകുന്നു എന്നൊരു വിമർശനം മുന്നോട്ട് ഉന്നയിച്ചാൽ എന്തായിരിക്കും മറുപടി? ഒരിക്കലുമില്ല. അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഒരു പ്രശ്നത്തെ സമീപിക്കുന്നത് ആ പ്രശ്നത്തിൽ ഒരു അന്വേഷണ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളുടെ മുഴുവൻ കാര്യങ്ങളും നമ്മൾ പരിശോധിക്കും. എങ്ങനെ ഇത് ഉണ്ടായി, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ സാഹചര്യം എന്തായിരുന്നു, ഈ കാര്യങ്ങൾ മുഴുവൻ പരിശോധിച്ചിട്ടാണ് നമ്മളത് ചെയ്യാം. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമാണ്, ഗവൺമെൻറ് സംവിധാനത്തിൽ ഇത് കൃത്യമായിട്ട് പരിശോധിക്കപ്പെടും എന്നുള്ളതാണ്. പരിശോധിക്കപ്പെടുകയും നടപടിയെടുക്കുകയും ചെയ്യും. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ പാലക്കാട് ഒരു വിഷയത്തിൽ KAT പറഞ്ഞു ആ ഡോക്ടറെ തിരിച്ചെടുക്കുന്നതിന് പരിഗണിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഗവൺമെൻറ് അതിനകത്തൊരു സ്റ്റാൻഡ് എടുത്തു. അത് പരിഗണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് നിസ്സഹകരണ സമരമുണ്ട്. ഇപ്പം നെടുമങ്ങാട് വിഷയത്തിൽ നടപടിയെടുത്തതിന് നിസ്സഹകരണ സമരമുണ്ട്. അപ്പോൾ അത് തെറ്റായിട്ടുള്ള സമരമാണ് എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുമ്പോൾ ഗവൺമെൻറ് നോക്കൂ സനീഷ്, നമ്മൾ എത്ര പദ്ധതികൾ, എത്ര പ്രോജക്റ്റുകൾ, എത്ര സംവിധാനങ്ങൾ പുതുതായിട്ട് സർക്കാർ ആശുപത്രികൾ ഒരുക്കുന്നു. ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ എത്ര സ്പെഷ്യലിസ്റ്റ് തസ്തികകൾ സൃഷ്ടിച്ചു ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ. അപ്പോൾ ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ തന്നെ 10,000 കോടി രൂപയുടെ കിഫ്ബിയിലൂടെ മാത്രം CM തന്നെ എത്ര പ്രോജക്റ്റ് പൂർത്തിയാക്കിയിട്ടാണ്, കല്ലിടലല്ലോ. നമ്മൾ ഓരോന്നും ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പ്രയോജനം ജനങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടണം. അത് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ അത് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ കാർഡിയാക് അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കാത്ത് ലാബുകൾ, ഈ കാത്ത് ലാബുകളിൽ നേരത്തെ കാത്ത് ലാബ് വരുന്നതിന് മുൻപ് 30% മരണനിരക്ക്. കാർഡിയാക് അറസ്റ്റുമായിട്ട് ഒരു ആശുപത്രിയിൽ വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ വരുന്ന പേഷ്യൻസിൽ 30% ആളുകൾ മരിക്കുമായിരുന്നു. പക്ഷേ ഇന്നത്തെ സംസ്ഥാനത്ത് 6%. അപ്പോൾ നമ്മളുടെ ഇടപെടലുകൾ കൊണ്ട് മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ആ മാറ്റം കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ ജനങ്ങൾക്ക് അനുഭവവേദ്യമാകണം എന്നുള്ളതാണ്. അതിൽ ചെറിയ പിഴവ് പോലും ഉണ്ടാകാനായിട്ട് പാടില്ല എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. ശരി മിനിസ്റ്റർ, ഇതിപ്പോൾ വ്യക്തിപരമായിട്ട് സംസ്ഥാനത്തിലെ ആരോഗ്യ വകുപ്പ് മികച്ച പ്രവർത്തനം നടത്തുമെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ഇത്തരം വീഴ്ചകളുണ്ട്, അതിന്മേൽ ശക്തമായിട്ട് നടപടികൾ എടുക്കണം. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യ രംഗം മെച്ചപ്പെട്ടതാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന സർജിക്കൽ ടേബിൾ തൊട്ട് മോർച്ചറി വരെ അധികമായി ശ്രദ്ധിക്കണം എന്നും പറഞ്ഞൊരു സർക്കുലർ ഇന്ന് തന്നെ ആലപ്പുഴയിൽ ഇറങ്ങി. തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് അധികമായി ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നത് ആളുകളെ കൊണ്ട് അങ്ങേയറ്റം ഒരു ബാലിശമായിട്ടുള്ള കാര്യമല്ലേ? എൻ്റെ അറിവോടെ അല്ല അങ്ങനെ ഒരു സർക്കുലർ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എൻ്റെ അറിവോടെ അല്ല അങ്ങനെ ഒരു സർക്കുലർ ഇറക്കിയിട്ടുള്ളത്. DHSനോട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സർക്കുലർ ഇറക്കിയത്, എന്തുകൊണ്ടാണ്? അതൊരു സാധാരണ അല്ലാത്ത സർക്കുലറാണല്ലോ.
അസാധാരണമായിട്ടുള്ളൊരു സർക്കുലറാണ്. അതൊരിക്കലും ഇപ്പോൾ ആദ്യമായിട്ടല്ലല്ലോ നമ്മൾ തെരഞ്ഞെടുപ്പുകളെ നേരിടുന്നത്, ആദ്യമായിട്ട് അല്ല ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നതും. അപ്പോൾ തീർത്തും അസാധാരണമായിട്ടുള്ള ഒരു സർക്കുലറാണ്. അപ്പോൾ ആ അസാധാരണമായിട്ടുള്ള സർക്കുലർ എന്തുകൊണ്ട് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്.